ഒരച്ഛന് 50 മക്കളോ? ഇതെന്താ മഹാഭാരതമാണോ എന്ന് ചിന്തിച്ച മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇത് നടന്നിരിക്കുന്നത് മഹാഭാരതത്തെക്കാൾ നാടകങ്ങൾ കാഴ്ചവെക്കുന്ന മോദിജിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലാണ്. ഒരച്ഛന് 50 മക്കൾ, എല്ലാവർക്കും ഒരേ ജനന തീയതി, ഒരേ പ്രായം. മഹാഭാരതം പോലും തോറ്റുപോകും മറിമായം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ചുകൊണ്ട് BJP ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലെ വിശദാംശങ്ങൾ കൂടുതൽ ചർച്ചയാകുമ്പോഴാണ് മോദിക്കും ഇത്തരത്തിൽ ഒരച്ഛനെ പിറന്ന 50 മക്കളുടെ വോട്ട് കിട്ടിയ വിവരവും അറിയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ രാജ്യത്തെ ഡിജിറ്റൽ വോട്ടർ ഡേറ്റ കൈമാറാൻ കമ്മീഷൻ തയ്യാറാകണമെന്നും മോദി പ്രധാനമന്ത്രിയായത് കള്ളവോട്ടിലൂടെയാണെന്ന് ഞങ്ങൾ തെളിയിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. കർണാടകയിലെ ഡേറ്റ കുറ്റകൃത്യത്തിലുള്ള തെളിവാണ്. ഒറ്റ സീറ്റിലെ ക്രമക്കേടിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് 6 മാസം വേണ്ടി വന്നു. കർണാടകയിലെ ഒറ്റ സീറ്റിലെ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ വോട്ട് ക്രമക്കേടിന്റെയും തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ കള്ളവോട്ടുകളും ചർച്ചയാകുന്നത്. നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ ഭേലുപൂർ വാർഡിലെ B24/19 എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന ആൾക്ക് 50 മക്കളുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പറയുന്നത്. എല്ലാവർക്കും വോട്ട് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് കമ്മീഷൻ. അതിനെന്താ, മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി 101 മക്കൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഹോമോ സംഗീസ് എന്ന സ്പീഷീസിൽപ്പെട്ടവർ ചോദിക്കുമെന്നാണ് ഇതേക്കുറിച്ച് കോൺഗ്രസ് നേതാവായ VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മോദി ജയിച്ച മണ്ഡലത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ 1,52,513 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചത്. 2019 ഭൂരിപക്ഷത്തിൽ നിന്ന് 3 ലക്ഷത്തിലേറെ വോട്ടുകളാണ് കുറഞ്ഞത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയുടെ കുതിപ്പിനാണ് വാരണാസി സാക്ഷ്യം വഹിച്ചത്. ആദ്യഘട്ടത്തിൽ അജയ് റായ് 50,000-ലേറെ വോട്ടുകൾ ലീഡ് നേടിയെങ്കിലും പിന്നാലെ നരേന്ദ്രമോദി ലീഡ് ഉയർത്തുകയായിരുന്നു. ആകെ 6,12,970 വോട്ടുകളാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 4,60,457 വോട്ടും. വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാൽ ക്രമക്കേട് നടന്നതിന് തെളിവുകൾ ലഭ്യമാകുമെന്ന് 100% ഉറപ്പുള്ള വസ്തുതയാണെന്നും കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഡിജിറ്റൽ വോട്ടർ ഡേറ്റയും പോളിംഗ് ബൂത്തുകളിലെ വീഡിയോ തെളിവുകളും കൈമാറാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലത് മറച്ചുവെക്കുകയാണെന്നും വോട്ട് മോഷണത്തിനായി BJPയെ സഹായിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. ബംഗളൂരു ഫ്രീഡം പാർക്കിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിൽ സംസാരിക്കവെയായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. വോട്ട് തട്ടിപ്പിനെ കുറിച്ച് കർണാടക സർക്കാർ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തെ ഞെട്ടിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച വെളിപ്പെടുത്തലിന് പിന്നാലെ നടന്ന പരിപാടിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ മൂർച്ചേറിയ ഭാഷയിൽ രാഹുൽ ആവർത്തിച്ചു. ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ട് ഓടി ഒളിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട, നന്നായി ഒന്നുകൂടി ചിന്തിച്ചോളൂ. സമയമെടുത്താലും നിങ്ങളെ ഞങ്ങൾ പിടികൂടിയിരിക്കും. നിങ്ങൾ ഭരണഘടനയെ ലക്ഷ്യമിട്ടാൽ ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യമിടും. 25 സീറ്റിന്റെയും 34,000 വോട്ടിന്റെയും ബലത്തിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുമുള്ള ഡേറ്റ ലഭിച്ചാൽ മോദി പ്രധാനമന്ത്രിയായത് കള്ളവോട്ടിലൂടെയാണെന്ന് ഞങ്ങൾ തെളിയിക്കും. കർണാടകയിൽ നിന്നും ഞങ്ങൾ ഡേറ്റ കുറ്റകൃത്യത്തിലുള്ള തെളിവാണെന്നും ഒറ്റ സീറ്റിലെ ക്രമക്കേട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ 6 മാസം വേണ്ടി വന്നുവെന്നും രാഹുൽ ആ പ്രസംഗത്തിലൂടെ പറഞ്ഞു.